ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ഡെക്കോർ ഉണ്ടാക്കാം. ഇത് വാൾ ഹാങ്ങിങ് ആയിട്ടും ഡെക്കോർ ആക്കിയിട്ടും വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ആരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാ ഐസ്ക്രീം സ്റ്റിക്കിനും. പിന്നെ ഇതുപോലെ ഒരേ അളവുള്ള 2 പേപ്പർ എടുത്ത് അതും രണ്ടും കൂടി ഒന്ന് ഒപ്പം ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചതിൻ്റെ 2 വൈറ്റ് സ്റ്റിക്ക് ഇതുപോലെ പാരലായി വെച്ചിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് മറ്റേ 2 പേസ്റ്റൽ കളേഴ്സ് വെച്ചുള്ളതും കൂടി ഒന്ന് നമുക്ക് പ്ലേസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് നേരത്തെ വെച്ച ആ പേപ്പർ അതിൻ്റെ പുറകു വശത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. നല്ല കെയർഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള റൈറ്റിങ്സും ഡ്രോയിങ്സും ഒക്കെ ചെയ്തിട്ട് കുറച്ച് പേപ്പേഴ്സിൽ എഴുതി കൊടുക്കുക. ഞാൻ ഇവിടെ മെമ്മോസൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പിന്നെ 2 സ്റ്റിക്ക് വെച്ചാണ്ട് അതിൻ്റെ മുകളിലൊന്ന് മേൽക്കൂര ആക്കിയാണ്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അവിടെ പ്ലെയിനായി തോന്നാതെക്കാൻ വേണ്ടി ഞാനൊരു ബ്ലാക്ക് റോസ് പൂവും കൂടി അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് ഡെസ്ക് ഡെക്കോറാക്കിയാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്റ്റാൻഡും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് വാൾ ഹാങ്ങിങ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം എൻ്റെ ത്രെഡും കൂടി അതിൻ്റെ പുറകിൽ ഒട്ടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റാൻഡാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നല്ല കെയർഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ ഒരു സ്റ്റാൻഡാണ് ഇത്. അപ്പോൾ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്കതിൽ അതൊന്ന് വെച്ചാൽ നമുക്കൊന്ന് ചാരി വെക്കണ പോലെ ഒരു ഫീല് കിട്ടുന്ന ഒരു രീതിയിലൊരു ഡെക്കോർ കിട്ടും. പിന്നെ നേരത്തെ ചെയ്ത നമ്മൾ ഡ്രോയിങ്സും റൈറ്റിങ്സും കൂടി അതിലൊന്ന് പ്ലേസ് ചെയ്ത് കൊടുത്താൽ സംഭവം ഇവിടെ സെറ്റായിരിക്കും. വാൾ ഹാങ്ങിങ് ആക്കി വെക്കാനും ഡെക്കോറാക്കി വെക്കാനും പറ്റിയ ഒരു കിടിലൻ സാധനമാണിത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോസാണ് വിടേണ്ടതെന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.